Hello everyone, welcome back to Literature Academy. നമ്മുടെ പോസിബിൾ ക്വസ്റ്റ്യൻ സീരീസിൻ്റെ പാർട്ട് 2 ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. പാർട്ട് 2വിൻ്റെ ഭാഗമായിട്ട് പാർട്ട് 1ലെ പോലെ തന്നെ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞതുപോലെ ഡിസ്കസ് ചെയ്യുക. അതെല്ലാം ഇംഗ്ലീഷ് സാഹിത്യവുമായിട്ടും ലിറ്റററി തിയറിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. So we'll start with the first one. Who is the author of Paradise Lost? We have 4 options there: William Blake, Milton, Chaucer, Alexander Pope. So we have begun with a very easy question. English literature പഠിച്ചവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം അറിയായിരിക്കും. The right answer is Milton. Second one, which novel is considered a defining text of post-colonial literature? ഇതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, തിങ്സ് ഫാൾ അപ്പാർട്ട്. ഇറ്റ്സ് എ ബുക്ക് ബൈ ചിനുവ അച്ചെബെ. Question 3. Stream of consciousness technique is associated with which of the following writers? You have 4 writers there: Charles Dickens, Virginia Woolf, Thomas Hardy and George Eliot. മോഡേൺ ഏജിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്, ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ദ റൈറ്റർ വൂൾഫ്, വെർജീനിയ വൂൾഫ്. ഓപ്ഷൻ ബി. Question number 4. The term metaphysical poets was coined by. The options given are Dr. Johnson, T.S. Eliot, John Dryden and Matthew Arnold. And the right answer is option A, Dr. Samuel Johnson. Question number 5. Structuralism in literary theory was influenced by the work of. ഇപ്പോൾ താഴെ പറയുന്നതിൽ ആരുടെ വർക്ക് ആണ് സ്ട്രക്ചറലിസത്തെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. The right answer of this question is option B, that is സുഷു, ഫെർഡിനൻഡ് ഡി സുഷു എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ലിംഗ്വിസ്റ്റ് കൂടിയായിട്ടുള്ള തിയററ്റീഷ്യനാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 6. The first English tragedy is. You have 4 options: Dr. Faustus, Gorboduc, Hamlet and Tamburlaine. The right answer is option B, that is Gorboduc is considered as the first English tragedy. Question number 7. Who wrote an essay of dramatic poesy? Options are Alexander Pope, John Dryden, Samuel Johnson and Ben Jonson. The right answer is John Dryden. Question number 8. Who among the following is a prominent figure in New Criticism? Options are Roland Barthes, Cleanne Brooks, Jacques Derrida and Terry Eagleton. ഇപ്പോൾ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ലിറ്റററി മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവ് താഴെ പറയുന്നതിൽ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ക്ലിയാന്ത് ബ്രൂക്സ് ആണ്. ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് ഒക്കെ ബ്രൂക്സിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ന്യൂ ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട എസ്സേ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 9. ദ വേസ്റ്റ് ലാൻഡ് വാസ് പബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ? ഇതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് 1922, ഓപ്ഷൻ ബി ആണ്. And the right last question is, all animals are equal but some animals are more equal than others. This is a very famous quote from a very famous book. ഏതാണെന്നാണ് ചോദ്യം. You have 4 options given and the right answer of this question is option B, that is 1984. 1984 എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഡിസ്റ്റോപ്പിയൻ നോവലിലെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രശസ്തി ആർജിച്ച ഒരു വരിയാണ് ക്വസ്റ്റ്യൻ നമ്പർ 10ൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ സെറ്റ് എക്സാം അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ റിവിഷൻ നടത്തുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെറിയ രൂപത്തിൽ 10 ക്വസ്റ്റ്യൻസ് വീതമുള്ള ഓരോ സെറ്റായിട്ട്
ഈ പോസിബിൾ ക്വസ്റ്റ്യൻ സീരീസിൻ്റെ ഭാഗമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും ഒക്കെ ശ്രദ്ധയോടെ നിങ്ങൾ ഫോളോ ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.